ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ്, അപ്പോൾ ആള് വളരെ വളരെ പഠിക്കാൻ വളരെ സ്മാർട്ടായിട്ടുള്ള, നന്നായി പെയിൻറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി. ഒരു ഒരുപാട് സുഹൃത്തുക്കളും ഒത്തിരി എന്താണ് ഒരുപാട് ഫാമിലി മെമ്പേഴ്സും കസിൻസും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടി വിവാഹം കഴിയുന്നു. വിവാഹത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹം, ഭയങ്കര അഫിലിയേഷൻ, സ്നേഹം ഇങ്ങനെ വാരി വിതറുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പിന്നെ എന്നും വിളിക്കുന്നു, ഭയങ്കര അറ്റൻഷൻ, ഒരു നിമിഷം പോലും ബോറടിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. പിന്നെ സർപ്രൈസായിട്ട് വിസിറ്റ് ചെയ്യുന്നു. ഭയങ്കര ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എപ്പോഴും പറയും പ്രിയദർശൻ്റെ സിനിമ പോലെയാണ്, ഫുൾ കളറ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, ബട്ടർഫ്ലൈ പറക്കുന്നു, അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസാണ്. ഈ ഫേസിൽ ഈ ഒരേ സമയം വളരെ ഒരു യൂഫോറിക് ആയിട്ടുള്ളൊരു ഫേസ്, അതേസമയം ഓവർവെൽമിംഗ് ആണ്. അപ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുമായിട്ട് അങ്ങ് അടുക്കും. ഓക്കെ, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് പെട്ടെന്ന് ഫെയ്ഡ് ചെയ്യും. വിതിൻ ഒരു 2-3 മന്ത്സ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ പതുക്കെ ഈ സ്റ്റേജ് മാറിയിട്ട് അടുത്ത ഫേസിലേക്ക് പോകുന്നത് ഈ കുട്ടിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്തിനാ അവരെ വിളിച്ചത്, മെയിനായിട്ടും ഒരു ഐസൊലേഷനാണ് അവിടെ നടക്കുന്നത്. ഒക്കെ സോഷ്യൽ റിലേഷൻഷിപ്പ് വരുന്ന അതിലൊക്കെയാണ് കൂടുതലും വരുന്നത്. വീട്ടിൽ വിളിക്കുമ്പോൾ പ്രശ്നം, ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ പ്രശ്നം, മെസ്സേജ് എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ ഇതെന്തിനാ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായി എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അഫിലിയേഷനും സ്നേഹവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കും. അപ്പം ഇവരിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ കുട്ടി എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യും. ഇത് ശരിയാക്കാം, ഇത് ശരിയാക്കുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഗോൾ പോസ്റ്റുകൾ ഇങ്ങനെ മാറ്റി സ്ഥാപിക്കും. ഇത് ശരിയാക്കിയിട്ട് വരുമ്പോൾ ഗോൾ പോസ്റ്റ് എടുത്ത് ഇവിടെ വെക്കും, ഇത് ശരിയാക്കിയിട്ട് വരുമ്പോൾ ഇത് മാറ്റി വെക്കും. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആദ്യം കിട്ടിയിരുന്ന ആ ഒരു അഫിലിയേഷനോ ആ ഒരു സ്നേഹമോ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് തോന്നും ഇനി എൻ്റെ പ്രശ്നം കൊണ്ടാണോ, ഞാനാണോ മാറേണ്ടത്. അപ്പോൾ ഇവർ കൂടുതൽ ശ്രമിക്കും, വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കും. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ ക്രിട്ടിസൈസിങ്ങും ഈ ഡീവാലുവേഷനും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഡീവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ എന്താ പറയുക, അക്നോളജ് ചെയ്യാതെ അങ്ങ് വിട്ട് കളയുന്നു. അപ്പോൾ നമ്മൾ വിഷമിക്കുവാണെങ്കിൽ നീ ഓവർ റിയാക്ട് ചെയ്യുവാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ കൺസിഡർ ചെയ്യാതെ വിട്ട് കളയുന്നു. പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാതാവുന്നു. ഇപ്പം മുന്നേ നമ്മൾ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമ്മളൊന്നും ഡിവാല്യൂ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതെന്തിനാ പിന്നെ ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ടത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഒരു ഡിവാലുവേഷനാണ് അവിടെ സംഭവിക്കുന്നത്. മുമ്പ് ഇത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് നല്ലതല്ല എന്ന് പറയുന്നല്ലോ, അല്ലെങ്കിൽ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നല്ലോ. ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം ഇതിൽ ബോഡി ഷേമിംഗ് ഒക്കെ വരുമോ? ഡിവാലുവേഷനിൽ ബോഡി ഷേമിംഗ് ഒക്കെ വരുന്നത് പിന്നീടൊരു ഗ്യാസ് ലൈറ്റിംഗ്, ഡിവാലുവേഷനിലും വരാം. പിന്നെ കുറച്ചും കൂടി ഇൻറ്റൻസ് ആവുന്നത് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഫേസിലാണ്. അപ്പോൾ ഈ വ്യക്തി തിരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങുമല്ലോ, ഇതെന്താ മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ പെരുമാറുന്നത്, എന്ത് പറ്റി, എന്താ പ്രശ്നം, എന്നോട് പറയും എന്നൊക്കെ പറയുമ്പോൾ പതുക്കെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇദ്ദേഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു, കുറച്ചും കൂടി വേറെ ഇൻട്രസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ പെൺകുട്ടി തന്നെ അല്ല, ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർക്ക് വേറെ ചില ഇൻട്രസ്റ്റ്, വേറെ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. ഈ പെൺകുട്ടി ഇത് ചോദ്യം ചെയ്യുമ്പോഴത്തേനും നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ പറയും നീ മുമ്പ് അയാളുടെ അടുത്ത് അങ്ങനെ ചാറ്റ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് ഞാനെപ്പോൾ ചാറ്റ് ചെയ്തു, അല്ല നീ അന്ന് ഞാൻ കണ്ടിരുന്നു, നീ അന്ന് എന്തായിരുന്നു പിന്നെ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം. അപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്യാണ് ശരിക്കും, ഈ കുട്ടി ചെയ്തതായിട്ട് വരുത്തിയത്. അപ്പോൾ ഈ കുട്ടി മിണ്ടാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അത് അതിനെപ്പറ്റി പിന്നീടൊന്നും സംസാരിക്കും, ടോപ്പിക്ക് ടച്ച് ചെയ്യാൻ പാടില്ലാതെ അവൾ അങ്ങ് മിണ്ടാതിരിക്കും. നേരെ അതങ്ങോട്ട് തിരിച്ച് ബ്ലെയിം ചെയ്യും. പിന്നെ ഇത് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പകുതി സത്യം പറയുക, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുക, അർദ്ധസത്യങ്ങൾ പറയുക, സത്യം പറയാതിരിക്കുക, ഇങ്ങനെ ഇതിനെ അങ്ങോട്ട് മിസ്ലീഡ് ചെയ്ത് വിടും. അങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈ കുട്ടി പറയുകയാണ് എനിക്ക് വിഷമം ഉണ്ടായി, നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞത് നിന്നെ സങ്കടപ്പെടുത്തി എന്നുള്ളത് എന്നെ സങ്കടപ്പെടുത്തി, നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി.
അപ്പോൾ ഇത് ട്വിസ്റ്റ് ആയില്ലേ? മനസ്സിലായോ? ഇത് ശരിക്കും സംഭവിച്ച ഇത് കാര്യമാണ്. ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ നിന്നെ വിഷമിപ്പിച്ചത് നീ പറഞ്ഞത് എനിക്ക് വിഷമമായി. ഇങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി അയ്യോ ഞാൻ അയാളെ വിഷമിപ്പിച്ചല്ലോ, ഇങ്ങനെ ഞാൻ ചിന്തിക്കും. അങ്ങനെ മിണ്ടാതിരുന്നു. അങ്ങനെയും മിണ്ടാതിരിക്കും. ഇത് ട്വിസ്റ്റ് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് ഈ റിലേഷൻഷിപ്പുകൾ കുറേയും കൂടെ, ഇദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ കുറേയും കൂടെ ഇൻറ്റൻസായി. ഇതിൻ്റെ കൂടെ പാരലലി പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഇവർ പിന്നെ എന്താ പറയുക, ഇവർ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവർക്ക് അഫിലിയേഷൻ കിട്ടുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ഇവരെവിടെയും വീട്ടിലിരുന്ന് പെയിൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഈ പെയിൻറ്റിങ് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അത് അവൾ മറ്റേ ഇതിൽ നോക്കി വരയ്ക്കുന്നതാണ്, അതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ പറയും. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പാരലലി ഈ സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഈ റിലേഷൻഷിപ്പുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റോൺ വാളിംഗ് നടക്കാറുണ്ടോ? സ്റ്റോൺ വാളിംഗ് ചിലരുടെ കേസിൽ നടക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിണ്ടാതെ നടക്കുമ്പം ഈ വ്യക്തിക്ക് അറിയില്ലല്ലോ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ പിന്നാലെ നടക്കും, എന്താന്ന് ചോദിച്ചിട്ട്. അല്ലെങ്കിൽ ചിലപ്പം വീട്ടിൽ വരാതിരിക്കും, അല്ലെങ്കിൽ എന്നിട്ട് ഇൻഫർമേഷൻസുകളൊന്നും കൊടുക്കൂല, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബൈ ദിസ് ടൈം ഈ വ്യക്തി ഉണ്ടല്ലോ അനുഭവിക്കുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാൻ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാതെ ഇവരിങ്ങനെ ആദ്യം പിടിച്ച് നടക്കുകയായിരിക്കും. ഭയങ്കര ഒരു ഇമോഷണൽ ടോർച്ചറാണത്. ഇതും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മളിതിനെ ഒച്ച ഉയർത്തി ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് സംശയരോഗമാണ്,